ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നതോട് കൂടിയാണ്. സോ ഇന്നലെ ഡിന്നർ കഴിക്കാൻ പോകുന്നതാണ് കേട്ടോ. സോ എന്തായാലും നമ്മൾ ഡിന്നർ കഴിക്കാൻ പോട്ടെ. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ഇന്ന് രാത്രി മുനിയാണ്ടി വിലാസ് എന്ന് പറഞ്ഞിട്ടുള്ള മധുരൈ ഫേമസ് ആയിട്ടുള്ള കടയിൽ വന്നിരിക്കുകയാണ്. സോ എന്തൊക്കെയല്ല നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ പറഞ്ഞ ചിക്കൻ കൊത്തു പൊറോട്ട വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. സോ ഗൈസ്, നമ്മൾ ഒരു ഫുള്ള് കൊത്തു പൊറോട്ട ഹാഫാക്കി തരാൻ പറഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കണേ. പിന്നെ നമുക്ക് ചിക്കൻ ഷെയറൊക്കെ കൊണ്ടുവന്നുണ്ട്. സോ എന്തായാലും കഴിക്കാം ഗൈസ്. സംഭവം നൈസായിട്ടുള്ള ഗൈസ്, ഒരു വെറൈറ്റി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നമുക്ക് ചിക്കൻ ചിക്കൻ ഫ്ലേവർ സീനായിട്ടുണ്ട് ഗൈസ്. കഴിക്കാം ഗൈസ്. നമ്മളങ്ങനെ ചിക്കൻ കുത്തടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സോ അപ്പോൾ പൊറോട്ടയും കൂടി മരിച്ചിട്ടുണ്ടായിരുന്നു. സോ മുനിയാണ്ടി വിലാസിൽ വന്നിട്ടുള്ള ഇവിടുത്തെ റിവ്യൂ പറ. ഇവിടുത്തെ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ കുറച്ച് ഓവർ റേറ്റ് അല്ലേ. നമ്മൾ ഒരു കൊത്തടിച്ചതിന് ഒരു ചിക്കൻ കൊത്തിന് 150 രൂപ ഗൈസ്. നമ്മൾ ഹാഫ് അടിച്ച് നമ്മുടെ ഭാഗ്യം, അല്ലെങ്കിൽ 3 ചെയ്യാൻ മൊത്തം 360 രൂപ ഒറ്റ ഡിന്നറിൽ തീർന്നാണ്. പൊറോട്ട എങ്ങനെയുണ്ട്? പൊറോട്ടയും സെറിയും കുഴപ്പമൊന്നുമില്ല. പൊറോട്ടയും സെറിയും കുഴപ്പമില്ല. പൊറോട്ടയ്ക്ക് 15 രൂപയുള്ളൂ. പക്ഷേ അധികം ചൂടുണ്ടായിരുന്നില്ല. പഴയതാണോ അല്ലേ? പഴയതല്ല, അല്ല കുറച്ച് നേരത്തെ ഉണ്ടാക്കിയത്. ഈ 150 രൂപ എന്തിനാന്ന് മനസ്സിലായില്ല. ബിരിയാണിക്ക് തന്നെ 110 രൂപ. സോ ഗൈസ്, നമ്മൾ ഇനി വീട്ടിൽ പോട്ടെ. നമ്മൾ ഡിന്നർ കഴിച്ചു വന്നപ്പോൾ അതേ മിഥുൻ ഗുലാബ് ജാമുൻ ഒക്കെ ഉണ്ടാക്കി വെച്ചാണ്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയെന്ന് പറഞ്ഞു. നല്ല വലിയ ഗുലാബ് ജാമാണ് ഗൈസ്. ആണോ? നല്ല വലിപ്പമുണ്ട് ഗൈസ്. സീനാണ്. നമുക്ക് എന്തായാലും ഒന്നും കഴിച്ചു നോക്കാം. സ്പൂണൊക്കെ അവിടെ പോയാവോ? എന്നൊക്കെ എടുത്തു. വേറെ ഒന്നുണ്ട് അതിൻ്റെ എവിടെയാണോ കാണാൻ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കഴിച്ചോ. സീനാണ് ഗൈസ്. നല്ല വലിപ്പമുണ്ട്. വായ ഫുള്ളുണ്ടോ? വായ ഫുള്ളായി. പക്ഷെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് ഷെഫ് മൊത്തം സീൻ കുക്കിംഗ് ആണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. സോ നമ്മുടെ വീഡിയോ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇപ്പോൾ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. 10 മണി കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഊട്ടിക്കത്തെ വെയിൽ ഗൈസ്. കണ്ടു ഗൈസ്, നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനായിട്ട് വണ്ടിയുമില്ല, നടന്നു പോകണം. നടന്നു പോകുമ്പോൾ ഈ വെയിലത്ത് നടന്നു പോകാൻ നല്ല ടാസ്ക്കാണ് ഗൈസ്. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കൂടി ഒന്നിച്ചടിക്കാമെന്ന് വിചാരിച്ചേക്കാണ്. സോ ലഞ്ച് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. എന്തായാലും നമ്മളങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അരിയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. ഫെർട്ടിലൈസർ കൊണ്ടുപോകണ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ അരിയില്ല എന്നുള്ള മനസ്സിലാക്കിയത് കൊണ്ട് എന്തായാലും അരി മേടിക്കണമെങ്കിൽ ഈ വെയിലിൽ തന്നെ നടന്നു പോകണം. അപ്പോൾ പിന്നെ പോയി അങ്ങനെ കഴിച്ചിട്ട് വരുമ്പോൾ അരി മേടിച്ച് തന്നെ നാളത്തേക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. എവിടെ കഴിക്കാൻ പോകും? അവിടെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളിലുള്ളവിടുത്തെ എവിടെയെങ്കിലും പോകാതെ. സോ ഗൈസ്, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മളങ്ങനെ ഈ ഒരു കടയിൽ ഇതുവരെ കയറിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കയറാമെന്ന് വിചാരിച്ചത് നമുക്ക് ഇല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സോ തമിഴ്നാട്ടിലെ ഇലയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവർ കൊണ്ടുവന്ന് വയ്ക്കുന്ന ഇലയൊന്നും കഴുകിയിട്ടുണ്ടാവില്ല. നമ്മൾ ഇതുപോലെ വെള്ളമൊഴിച്ച് നമ്മൾ തന്നെ കഴുകണം. സോ നമ്മൾ ഈ കടയിൽ ഊണാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക തോരനും പിന്നെ ക്യാബേജ് തോരനാണ് തന്നിരിക്കുന്നത്. പിന്നെ അതേ നമുക്ക് അടിപൊളിയായിട്ട് ചോറും അതിൻ്റെ കൂടെ സാമ്പാറും ഒഴിച്ച് പിന്നെ നമുക്ക് പപ്പടം തന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ വെണ്ടയ്ക്ക തോരനും പിന്നെ പപ്പടും സാമ്പാറും ഒഴിച്ച് ചോറും കൂടി ഒരു പിടിക്കുകയാണ്. സോ അത് നമ്മളങ്ങനെ അടിപൊളിയായിട്ട് ആ ഒരു പ്ലേറ്റ് ഫുള്ള് ചോറുണ്ടായത് ഫുള്ള് നമ്മൾ തീർത്തിട്ടുണ്ട്. പിന്നെ എല്ലാം നമ്മൾ താഴ്ത്തുനിന്ന് മുകളിലേക്കാണ് മടക്കാറ്. ഇവിടെ പക്ഷേ നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ മടക്കണം എന്നാണ് ഇവിടെ രീതി. കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈം കുടിക്കാൻ കയറിയേക്കാണ്. നല്ല ചൂടുള്ള ഊണ് കഴിച്ചിട്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി
എന്താ ഒന്ന് ചൂടുള്ള ചോറായിട്ട് ഒന്ന് തണുപ്പിക്കാനായിട്ട്. ഇപ്പൊ കഴിച്ച ഊണിന്റെ റിവ്യൂ പറ. കഴിച്ച ഊണിന്റെ റിവ്യൂ എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു സംഭവം. റൈസ് കൂടുതലായിരുന്നു. ഓക്കെ നിനക്ക് ബാക്കി രണ്ട് പൊരിയലുണ്ടായിരുന്നു. അതിനും വെണ്ടയ്ക്കും അതിനും ക്യാബേജും അങ്ങനെ ഉണ്ടായിരുന്നു. സാമ്പാറും ഗൈസ് മൊത്തത്തിൽ സംഭവം അടിപൊളിയായിരുന്നു. എത്രയായി? 160. അപ്പോൾ 80 രൂപയായിരുന്നു ഗൈസ് ഊണിന്. ഗൈസ് നമ്മളങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വില്ലേജിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദി വില്ലേജ്. കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യാണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു സുഹൃത്ത് വന്നിരിക്കുകയാണ്. പോയി ഗൈസ്. നമ്മളങ്ങനെ അബിയുടെ വില്ലേജിലുള്ള ഒരു ഫാർമറിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഫാർമറിൻ്റെ വീട്ടിൽ നിറച്ച് പശുക്കളാണ് ഗൈസ്. വലിയ ഡയറി ഫാർമറാണ്. പിന്നെ പുള്ളിക്ക് എത്രയോ 10-20 ഏക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. സോ അത് അടിപൊളിയായിട്ട് പശുക്കളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പുള്ളി ഇത് അവിടെ ഷെഡിൽ പശുവിനെ ഇറക്കുന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളത് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ചായ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ട്. സോ ചായ കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. വേറെ വഴിയില്ല, പിടിച്ചിരുത്തി ഗൈസ്. ചായ കിട്ടി ഗൈസ്. നല്ല ഫ്രഷ് പാലുണ്ട് ചായ. കുടിക്കട്ടെ ഗൈസ്. നമ്മളങ്ങനെ വില്ലേജിൽ പോയി വന്നിട്ടുണ്ട്. വില്ലേജിൽ പോയി വന്നപ്പോൾ ലേറ്റായി. സോ ഇനിയിപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് പെട്ടെന്ന് ജിമ്മേ പോട്ടെ. സോ ഇത്രയോളം നമ്മൾ ഇന്നത്തെ ഇവിടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.